ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, പെസഹ കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനഭാഗം, ഇന്നത്തെ 1-ാമത്തെ വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗം. അവിടെ സെനഹദരിൻ സംഘത്തിന് മുമ്പിൽ വളരെ ധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി നിൽക്കുന്ന അപ്പോസ്തലന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാർ കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിലേറ്റിയ ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു, ആ ക്രിസ്തുവിന് സാക്ഷികളാണ് ഞങ്ങളും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസം നമ്മൾ കാണുന്നു. ഏറ്റവും അവസാനം വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തുവിനെ പ്രതി അപമാനിക്കപ്പെടാൻ അവർ ആഗ്രഹിച്ചു. അത് സ്വീകരിക്കാൻ സാധിച്ചതിന് അവർ സന്തോഷത്തോടുകൂടി തിരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയെന്നാണ് പറയുന്നത്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നൊരു കാര്യം, യോഹന്നാൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. തനിക്കുണ്ടാകുന്ന ആ ഒരു വിഷൻ പങ്കുവയ്ക്കുകയാണ്. കുറേ ശ്രേഷ്ഠന്മാരുടെയും ദൂതന്മാരുടെയും ഇടയിൽ കുഞ്ഞാടിന് സാക്ഷ്യം നിൽക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സാഹചര്യമാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. ഇന്നത്തെ 3-ാമത്തെ വായനയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ്. തിബേരിയൂസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരെ ആ ഒരു ചെറിയൊരു അത്ഭുതം നടത്തിക്കൊണ്ട് അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. ഈ ഒരു വചനത്തെക്കുറിച്ച്, ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു പല സമയങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, കർത്താവ് എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കൂടെ നിന്നില്ല? കർത്താവ് പലപ്പോഴും വന്നു പോരുന്നു. എങ്ങോട്ടാണ് കർത്താവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കർത്താവിൻ്റെ ഓരോ പ്രത്യക്ഷവും എങ്ങനെയാണ് കർത്താവിൻ്റെ പോസ്റ്റ് റിസറക്ഷൻ, എന്നാൽ ഉത്ഥാനത്തിന് ശേഷം വരുന്ന ഓരോ പ്രത്യക്ഷീകരണങ്ങളും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യം കർത്താവ് മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞാൻ പറയും, അത് ആക്ച്വലി അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഉദ്ദേശം സങ്കടത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന മഗ്ദലേന മറിയത്തെ ആശ്വസിപ്പിക്കാനുള്ളൊരു പ്രത്യക്ഷപ്പെടലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശം അവിടെ പൂർണ്ണമാവുകയാണ്. കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സ്ത്രീകൾക്ക്, കർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് മരണത്തിനെ എങ്ങനെ ജയിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ബോധ്യം നൽകാൻ വേണ്ടിയിട്ടാണ്. എമ്മാവുസിലേക്ക് നടന്നു പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതെന്തിനാണ്? അത് ഒരു ബോധ്യങ്ങൾ നൽകാനാണ്. കാരണം അത്ര നാളും എന്താണ് സംഭവിച്ചതെന്നുള്ള ബുദ്ധിപരമായിട്ട് അവർക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യത്തിൽ കർത്താവ് കൃത്യമായിട്ടും വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങളും പഴയ നിയമത്തിലെ പല കാര്യങ്ങളും എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ, മിശിഹായിലൂടെ, യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഇൻ്റലക്ച്വൽ വ്യക്തത കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആ എമ്മാവൂസിലേക്ക് പോകുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത്, ശിഷ്യന്മാരെല്ലാവരും ഭയന്നുകൊണ്ട് അവിടെ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നൊരു കർത്താവുണ്ട്. അവർ ഭയന്നിരിക്കുകയാണ്. അവർക്ക് ആ സമയത്ത് ആവശ്യം ആശ്വാസമാണ്, സമാധാനമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവർ കാണുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. അതിനുശേഷം തോമസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഭയങ്കരമായിട്ട് പിന്നെയും എനിക്ക് കർത്താവിനെ തൊടണം, ആഗ്രഹിക്കണം, വളരെയധികം സംശയത്തോടെ നിൽക്കുന്ന തോമസിനെ കർത്താവ് 8 ദിവസത്തിന് ശേഷം പിന്നെയും വന്ന് കർത്താവ് ആ തോമസിൻ്റെ സംശയം അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് തിബേരിയൂസ് കടൽ തീരത്തിലേക്ക്, എന്നാൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന പത്രോസും മറ്റു ശിഷ്യന്മാരും, ഒരു ഏകദേശം 7 ശിഷ്യന്മാരാണ് മുഴുവനായിട്ട് നിൽക്കുന്നത്. ഇവർ 7 പേരും യോഹന്നാൻ രേഖപ്പെടുത്തുന്നതനുസരിച്ച്, ഞാൻ ഇനി തിരിച്ച് എൻ്റെ പഴയ വഴിയിലേക്ക് പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവൻ്റെ ഒപ്പം ചേരുന്ന മറ്റു ശിഷ്യന്മാരാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തിനാണ് അവർ പോകുന്നത്? അവർ പോകുന്നത് ചിലപ്പോൾ വിശപ്പ് കാരണമായിരിക്കും. അവർ പോകുന്നത് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം വരാനോ അല്ലെങ്കിൽ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു നേട്ടം കിട്ടാനോ ആയിരിക്കും. പിന്നെയും പഴയ പണിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നേട്ടം കിട്ടും, എൻ്റെ ജീവിക്കാനുള്ളൊരു ഒരു കാരണം അവിടെ എനിക്ക് കിട്ടും എന്നുള്ളൊരു ചിന്തയോട് പോകുന്ന ശിഷ്യന്മാർ, പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കർത്താവിൻ്റെ ഈ ഒരു പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസസ് എല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, കർത്താവിന് ഓരോ അപ്പിയറൻസിനും ഓരോ ഉദ്ദേശമായിരുന്നു. ആ ഉദ്ദേശം കർത്താവ് നിറവേറ്റിയിട്ടുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ആർക്കാണോ പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് നിറവേറ്റിക്കൊണ്ടാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വായിക്കുന്ന ഈ ഒരു തിബേരിയൂസ് കടൽ തീരത്തുള്ള ആ ഒരു സംഭവത്തിൽ അവരുടെ ആഗ്രഹം എന്താണ്? 2 കാര്യങ്ങളാണ്. ചിലപ്പോൾ അവരുടെ വിശപ്പ്, ഇത്ര നാളും അവർ അടച്ചുപൂട്ടി നിൽക്കുമ്പോൾ എവിടേക്കോ അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. വലിയ കാശുകാരൊന്നുമല്ല നമ്മുടെ അപ്പോസ്തലന്മാർ. അതുകൊണ്ട് തന്നെ വിശപ്പകറ്റാൻ, ജീവിതത്തിൻ്റെ ദൈനംദിനം ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകാൻ, അതൊരു കാര്യം.
രണ്ടാമത്തേത്, അവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. കാരണം ക്രിസ്തു മരിച്ചുപോയി. ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ കുറച്ചും കൂടി ഒരു ലക്ഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ആ ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ എനിക്ക് പിന്നെയും ഇതുണ്ട്, ജീവിക്കാനൊരു കാരണം കിട്ടുന്നുണ്ട്. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. ഇതിന് വേണ്ടിയിട്ടാണ് അവർ ആ കടൽ തീരത്തേക്കും ആ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? രാത്രി മുഴുവനും അവർ കഷ്ടപ്പെട്ടിട്ടും ടച്ച് വിട്ടുപോയതിൻ്റെ പ്രശ്നമാണ്. അവർക്ക് മീൻ കിട്ടുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നു, വലതുവശത്തേക്ക് വലയെറിയുക. കർത്താവ് വലയെറിയാൻ പറയുന്ന സ്ഥലത്ത് അവർ വലയിൽ വളരെയധികം സമൃദ്ധമായിട്ട് മത്സ്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ. ആ സമയത്ത് പത്രോസ് ആക്ച്വലി തിരിച്ചറിയുന്നില്ല ഇത് ആരാണെന്ന്. പക്ഷേ പത്രോസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന യോഹന്നാൻ, അല്ലെങ്കിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന യോഹന്നാൻ പത്രോസിനോട് പറയുന്നു, അത് കർത്താവാണ്. ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ പത്രോസ് എന്താ ചെയ്യുന്നത്? താൻ എന്തിനു വേണ്ടിയാണോ വന്നത് അതവിടെ ഉപേക്ഷിച്ചിട്ട് താൻ നഗ്നനായിരിക്കുന്നതുകൊണ്ട് ഒരു കുപ്പായം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ചാടി കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസിൽ, ഈ തിബേരിയൂസ് ഇൻസിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസ് ചെയ്ത ഒരു ആക്ഷനാണ്. എന്തിനു വേണ്ടിയാണോ പോയത് അതിനും അപ്പുറത്തേക്ക് കർത്താവ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുന്നുള്ള വിശ്വാസത്തിൽ. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ കാണുന്നത് എന്താണ്? കർത്താവ് അവർക്ക് വേണ്ടി അപ്പവും മീനും ഒക്കെ എല്ലാം റെഡിയാക്കി അവരെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ ഒരു സമൃദ്ധിയായിട്ടുള്ള ഒരു ഭക്ഷണം ഒരുക്കി വേണ്ടി കർത്താവോട് കാത്തിരിക്കാൻ അവരെന്താഗ്രഹിച്ചു വന്നു? ജീവിതത്തിനൊരു ലക്ഷ്യം വേണമായിരുന്നു. ആ ലക്ഷ്യം പത്രോസിന് കർത്താവ് കൊടുക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ ആ അജഗണത്തെ നീ നയിക്കണം എന്നുള്ള കാര്യം. അവർ നീ നോക്കണം. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ പല സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളുടെ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ദുഃഖത്തിനായിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് കർത്താവ് വരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവാത്ത സമയത്ത് എനിക്ക് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചില സമയത്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇനി പ്രത്യാശയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രത്യാശയായിട്ട് കർത്താവ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് ഭയം മാറ്റാൻ വേണ്ടി സമാധാനം തന്നുകൊണ്ട് കർത്താവ് വരുന്നുണ്ട്. സംശയത്തിലായിരിക്കുമ്പോൾ സംശയം മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ പോലെയല്ല. പത്രോസ് ആദ്യം തിരിച്ചറിഞ്ഞില്ല. ചിലപ്പോൾ നമ്മളും തിരിച്ചറിയുന്നുണ്ടാവില്ല കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. പത്രോസിനോട് ആരോ ഒപ്പമുണ്ടായിരുന്ന ആ യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ പറഞ്ഞു കൊടുത്തപ്പോൾ, അത് കർത്താവാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മറ്റൊരു ചിന്തയുമില്ലാതെ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന പത്രോസ് നമുക്ക് മാതൃകയാവണം. നമുക്ക് പലപ്പോഴും പല ആളുകളും ഇത് കർത്താവാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ വചനത്തിലൂടെ, ചിലപ്പോൾ നമ്മളുടെ ഒപ്പമുള്ളവരിലൂടെ, നമ്മളുടെ മുതിർന്നവരിലൂടെ, ഇങ്ങനെ പലരിലൂടെയും കർത്താവാണ്, ഇത് കർത്താവാണെന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. മറിച്ച് അവിടെ വെച്ച് ഞാൻ എന്തിനു വേണ്ടി വന്നോ അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വരാൻ എന്നെക്കൊണ്ട് സാധിക്കണം. ഇന്ന് ഈ ഒരു നമ്മൾ ആഴ്ചയിലേക്ക്, ഒരു പെസഹാചരണത്തിലേക്ക് നമ്മൾ പിന്നെയും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് പല സമയത്തായിട്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, കർത്താവ് ഇടപെടുന്നുണ്ട്. കർത്താവ് അതൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് അത് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ആ ഒരു സാഹചര്യം, ഞാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കാതെ ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വരാൻ, കർത്താവിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ആ ഒരു കൃപ കർത്താവ് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.